മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. 2016 കേരള സർക്കാർ ഉത്തരവ് പ്രകാരം മഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ച ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്തുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് LDF ആരോപിച്ചു. വിഷയത്തിൽ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും മുസ്ലിം ലീഗും മാപ്പ് പറയണമെന്ന് LDF കൗൺസിലർമാർ പറഞ്ഞു. അങ്ങനെ ആ സർക്കാർ സംസ്ഥാനത്തെ 15 ജില്ലാ ജനറൽ ആശുപത്രികൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് പറയുമ്പോൾ അങ്ങനെ കത്തില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന സമീപനമായിരുന്നു ബഹുമാനപ്പെട്ട ചെയർപേഴ്സണുണ്ടായിരുന്നു. എന്നാൽ ആ കത്ത് അന്നേ ഇടതുപക്ഷം പറയുന്നത് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത് വാസ്തവമാണ് എന്നുള്ളത് ഇന്ന് തെളിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പ്രത്യേക കൗൺസിൽ ചേർന്ന് ആ കത്തിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആ കത്തിനെ അടിവരയിട്ട് കൊണ്ട് തന്നെയാണ് DMO ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയാണ് ഇന്ന് കൗൺസിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ നമ്മുടെ മഞ്ചേരിയിലെ ജനങ്ങളോട് ഇത്രയും കാലം 8 വർഷത്തോളം ഈ ആശുപത്രി വൈകിപ്പിച്ചതിനും ഇങ്ങനെ ആശങ്കയിലേക്കുന്നതിനും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് ഒരു ആദിയിലേക്ക് അല്ലെങ്കിൽ ആശങ്കയിലേക്ക് മാറ്റുന്നതിന് ചെയർപേഴ്സണും ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വവും മഞ്ചേരിക്കാരുടെ ജനങ്ങൾ മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ 15 ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച കൂട്ടത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് പ്രകാരം മഞ്ചേരി ജനറൽ ആശുപത്രിയും മഞ്ചേരി നഗരസഭയെ ഏൽപ്പിച്ചതായി ഉത്തരവുണ്ടായിരുന്നു. സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവരവരുടെ ചുമതല നിർവഹിച്ചപ്പോൾ കഴിഞ്ഞ 9 വർഷത്തോളം മഞ്ചേരി നഗരസഭ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് മഞ്ചേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആരോഗ്യ പരിരക്ഷയും ചികിത്സയും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കത്ത് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ജനറൽ ആശുപത്രി OP താൽക്കാലികമായി പ്രവർത്തിപ്പിക്കുന്നതിനായി മുനിസിപ്പൽ ടൗൺ ഹാൾ കെട്ടിടം വിട്ടുനൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് മറുപടി നൽകാനാണ് കൗൺസിൽ യോഗം തീരുമാനിച്ചത്. ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്താനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് നഗരസഭ ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.